ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചിതൽ ശല്യം കാരണം ബുദ്ധിമുട്ടുന്ന പിള്ളേർ വീഡിയോ ആണ് കേട്ടോ. ടിപ്പാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ചിതലുണ്ടാവുന്നത് കാരണം നമ്മുടെ ഇതുപോലെ വിൻഡോസിനൊക്കെ തൊള്ളു കുത്തുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ സാധാരണ ഒരു കാഴ്ചയാണ്. അപ്പൊ അത് ഇല്ലാതാക്കാൻ തന്നെ പിന്നീട് ഇത് വളരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി. വിനാഗിരി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. വിനാഗിരി വൈറ്റ് വിനീഗറോ സിന്തറ്റിക് വിനീഗറോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് പതിയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിംഗ് ആണ് നമ്മൾ ചിതലിന്റെ ശല്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെയുള്ളൊരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇതിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ചിതലിന്റെ ശല്യം ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ചെതൽ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അഥവാ ചെതൽ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ജനലിൻ്റെ ഇതുപോലെയുള്ള വക്കുകളിലും മൂലകളിലൊക്കെയാണ് കൂടുതലായിട്ടും ചെതൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഒരു ഏരിയകളിലൊക്കെ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെതൽ പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെതൽ വന്നത് നന്നായി ഒന്ന് വരണ്ടി എടുത്തതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാൻ. ഈ ഒരു മിശ്രിതം നമ്മൾ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യുക. എന്നാലേ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ചെതലിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാതെ ചെതൽ വന്ന ഭാഗം നന്നായി ഒന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം. ജനല് അതുപോലെ വാതില് അതിൻ്റെയൊക്കെ ഇതുപോലെയുള്ള അരുവിലൊക്കെയാണ് ചെതൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം.